നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് അത്ര വലിയ മഴയുടെ ശക്തിയുള്ള മാസമായിരുന്നില്ല. സത്യത്തിൽ നമ്മൾ കഴിഞ്ഞ മാസം അവസാനവും ഈ മാസവും ആദ്യമോ ഒക്കെ തന്നെ ഓണാഘോഷം ഉള്ളതിനാൽ തന്നെ ഓണം വെള്ളത്തിലാകുമോ എന്നൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഭയത്തിനൊന്നും തന്നെ കാരണമായിരുന്നില്ല. മഴ സാധാരണക്കാൾ കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ മഴയുണ്ടായിരുന്നു എന്നും പറയാം. എന്തായാലും രാജ്യത്ത് മൺസൂൺ പിന്മാറ്റം ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. മൺസൂൺ സീസണിന്റെ അവസാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. പടിഞ്ഞാറൻ രാജസ്ഥാനിൽ നിന്നാണ് ഈ വർഷത്തെ മൺസൂൺ പിന്മാറ്റത്തിന് തുടക്കമായത്. അടുത്ത 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ രാജസ്ഥാനിലെ കൂടുതൽ പ്രദേശങ്ങളിൽ നിന്നും കൂടാതെ പഞ്ചാബിന്റെയും ഗുജറാത്തിന്റെയും ചില ഭാഗങ്ങളിൽ നിന്നും മൺസൂൺ പിന്മാറാൻ സാധ്യതയുണ്ടെന്ന് വകുപ്പ് അറിയിച്ചു. സാധാരണയായി സെപ്റ്റംബർ 17-നാണ് രാജസ്ഥാനിൽ നിന്ന് പിന്മാറ്റം തുടങ്ങുന്നത്. എന്നാൽ ഇത്തവണ 3 ദിവസം മുന്നേ മൺസൂൺ പിന്മാറ്റം ആരംഭിച്ചു. 10 ദിവസം മുന്നേ തന്നെ ഈ മേഖലയിൽ എത്തിയിരുന്നുവെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി. 1.5 കിലോമീറ്റർ ഉയരത്തിൽ ഉയർന്ന മർദ്ദമേഖല രൂപപ്പെട്ടാൽ തുടർച്ചയായി 5 ദിവസം മഴ ലഭിക്കാതിരിക്കുക, അന്തരീക്ഷത്തിലെ ഈർപ്പം കുറയുക എന്നീ മാനദണ്ഡങ്ങൾ നിറവേറ്റിയതിനെ തുടർന്നാണ് പിന്മാറ്റ പ്രഖ്യാപനം നടത്തിയത് എന്ന് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23-നാണ് മൺസൂൺ പിന്മാറ്റം ആരംഭിച്ചത് എന്ന് രേഖകളിൽ പറയുന്നു. അടുത്ത മണിക്കൂറിൽ കേരളത്തിലെ വയനാട്, കണ്ണൂർ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. അതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങൾ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുത ഉപകരണങ്ങളുമായുള്ള സമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്ത് ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. എന്തായാലും നിലവിൽ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്നു മുതൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയുടെ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.